ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ബ്രഹ്മയുഗം പ്രേമലു എന്നീ സിനിമകളുടെ ഇന്നേ ദിവസത്തിലെ സിനിമകളുടെ ഏറ്റവും പുതിയ തിങ്കളാഴ്ച ദിവസത്തിലെ ട്രാക്കിംഗ് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യം ഈ പ്രേമലു എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത നെസലൻ മമിത കോംബോയുടെ പ്രേമലു എന്ന സിനിമയ്ക്ക് നാലാമത്തെ തിങ്കളാഴ്ചയും മോശമല്ലാത്ത തിങ്കളാഴ്ച തന്നെയാണ്. ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 1,45,00,000 മുകളിലാണ് കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത്തെ 48 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 1 കോടിയോളം രൂപ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ സിനിമയുടെ കേരള കളക്ഷൻ 45 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുന്നതാണ്. 85 കോടിയോളം രൂപയായിരുന്നു ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമാ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തതെങ്കിൽ ഇന്ന് 25ാം ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ പ്രകാരം 86-87 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ പ്രേമലു ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗം പ്രേമലുവിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിന്റെ പതിവ് പോലെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ ഇതേ സമയം 31 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് സിനിമയുടെ മൂന്നാമത്തെ തിങ്കളാഴ്ച അത് 10 ലക്ഷത്തിൽ താഴെയാണ്. ഇന്ന് കേരളത്തിൽ 15-20 ലക്ഷം റേഞ്ചിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 23 കോടി 20 ലക്ഷത്തോളം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 56 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തിലെ തന്നെ മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഇന്ന് 12ാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെ 100 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുന്ന സിനിമ മോളിവുഡിന്റെ തന്നെ നാലാമത്തെ 100 കോടി സിനിമയായിട്ട് മാറുകയാണ്. ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ സിനിമ 12 ദിവസങ്ങൾ കൊണ്ട് 105 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനിലേക്കാണ് എത്തുന്നത്. ഇതോടെ പലരും ഉറ്റുനോക്കുന്നത് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ പോയി ടച്ച് ചെയ്യുമെന്ന് അറിയാനായിട്ടാണ്. നമ്മുടെ സിനിമയുടെ കളക്ഷൻ പ്രഡിക്ഷൻ അതല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്തെന്നാൽ ഈ ഒരു ട്രെൻഡ് വെച്ച് സിനിമ പോകുകയാണെങ്കിൽ വരുന്ന ശനി ഞായർ കളക്ഷനോട് തന്നെ സിനിമ ഏകദേശം 150 അല്ല 175 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തും. അപ്പോൾ തന്നെ 2018 ഫൈനൽ കളക്ഷൻ മറികടക്കുന്ന സിനിമ പിന്നെയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ 200 കോടി ടച്ച് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും 200 കോടിയിലേക്ക് സിനിമ എത്തപ്പെടുകയാണെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. ആ 200 കോടിയിലേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിലവിൽ 16 കോടി രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇനിയും വമ്പൻ മുന്നേറ്റം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ 200 കോടി രൂപയ്ക്ക് മുകളിലാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ഫിഗേഴ്സ് എത്രയാണ് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.